നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം തുറന്നു. മണലി കരുവന്നൂർ പുഴകളിലെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. വേലുപ്പാടം പുലിക്കണ്ണിയിൽ ഭീമൻ മരം റോഡിലേക്ക് കടപുഴകി വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വർഷാവർഷം സെപ്റ്റംബർ മാസം 1 ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഒന്നാം എതിർകക്ഷിയായ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ദുരൂഹമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി അപകടം. വിശദമായ വാർത്തകളിലേക്ക്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം തുറന്നു. കനത്ത മഴ മൂലം പീച്ചി ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ഡാമിന്റെ സ്ലൂയിസ് വാൽവ് വഴി വെള്ളം തുറന്നുവിട്ടു തുടങ്ങിയത്. മണലി കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പീച്ചി ഡാമിലെ അധിക ജലം പുറത്തേക്ക് ഒഴുകുമ്പോൾ മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. വേലുപ്പാടം പുലിക്കണ്ണിയിൽ ഭീമൻ മരം റോഡിലേക്ക് കടപുഴകി വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:15 സംഭവം. മരം റോഡിന്റെ കുറുകെ കിടക്കുന്നതിനാൽ വരന്തരപ്പിള്ളി പാലപ്പിള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ബൈക്ക് യാത്രികരും ഒരു ബസ്സും കടന്നുപോയതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു അപകടം സംഭവിച്ചത്. മരത്തിന്റെ ചില്ലകൾ വീണ വൈദ്യുത പോസ്റ്റും വൈദ്യുത ലൈനുകളും തകരാറിലായി. വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാസേനയും KCB അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ മാസത്തിൽ പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വില്ലേജുകളിൽ നിന്നാണ് കാർഡ് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമി, കെട്ടിടം, ബാധ്യതാ സംബന്ധമായ സേവനങ്ങളെല്ലാം ATM കാർഡ് രൂപത്തിൽ 10 അക്ക ഡിജിറ്റൽ നമ്പറുള്ള കാർഡിലൂടെ അറിയാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ 2019-2020 പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മുകുന്ദപുരം താലൂക്കിന് കീഴിൽ വരുന്ന തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ വിശിഷ്ടാതിഥികളായി. തൃശൂർ കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ സതി ദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PT കിഷോർ, റീന ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ ദിനേശ് വെള്ളപ്പാടി, ഷീബ സുരേന്ദ്രൻ, ഐശ്വര്യ അനീഷ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, മുകുന്ദപുരം തഹസിൽദാർ KM സമീഷ് സാഹു, റവന്യൂ ഡിവിഷണൽ ഓഫീസർ P ഷിബു എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിയും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗതയിൽ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തിലാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ എത്രയേറെ വിമർശനങ്ങൾക്ക് നടുവിലും അഭിമാനപൂർവ്വം നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പ് മറ്റു വകുപ്പുകളിൽ നിന്ന് പ്രകടമായിട്ടുള്ള വ്യത്യാസമുള്ള ഒരു വകുപ്പാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് എന്നുള്ളത് കൊണ്ടല്ല. തീരുമാനത്തിൻ്റെയും ഭാഗമായി
ഇന്ന് ഇവിടെ നല്ലൊരു വില്ലേജ് ഓഫീസ് പ്രവർത്തന കേന്ദ്രം കെട്ടിടം ഇവിടെ പണി കഴിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ മേഖലയിലും നടത്തുന്ന മികച്ച ഇടപെടൽ പോലെ തന്നെ റവന്യൂ വകുപ്പും ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ജില്ലയിലും നമ്മുടെ നിയോജക മണ്ഡലത്തിലും ഇടപെടലുകൾ നടത്തി ഉദ്ഘാടനം നടക്കുന്ന തൊട്ടിപ്പോൾ ഇരിങ്ങാലക്കുട വില്ലേജ് ഓഫീസർ കൂടാതെ കൊടുങ്ങല്ലൂർ താലൂക്കിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ എടതിരിഞ്ഞി, വടക്കുംതല, തെക്കുംതല, കോട്ടപ്പുറം, ഏങ്ങണ്ടിയൂർ എന്നീ 5 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം കൂടി നടക്കുകയാണ്. 24 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം സംബന്ധിച്ച് പ്രാഥമിക നടപടികൾ നടന്നു വരികയാണ്. നിലവിലുള്ള വില്ലേജ് ഓഫീസുകളുടെ അറ്റകുറ്റപ്പണി, അധികമൊരു നിർമ്മാണം, ചുറ്റുമതിൽ നിർമ്മാണം എന്നിവ സംബന്ധിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നു വരികയാണ്. 2025 47 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വായനോത്സവം വിനോദ് കൊടകര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി അധ്യക്ഷനായി. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചടങ്ങിൽ നടന്നു. അമ്മ വായനയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മികച്ച വായനക്കാരായ TA രമ, ജീവ ബേബി എന്നിവർക്ക് പുസ്തകങ്ങൾ നൽകി. പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, പ്രധാനാധ്യാപിക KT സീന, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ, PTA വൈസ് പ്രസിഡന്റ് ജീവ ബേബി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ AK ഷീജ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലെ വായനാ വാരം പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൻ തയ്യാലക്കൽ, പ്രിൻസി ഡേവിസ്, സജന ഷിബു, PS പ്രീജു, സെക്രട്ടറി PB സുഭാഷ്, ലൈബ്രറിയൻ അഖിൽ ദാസ് എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാനൂർ GLP സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായി. കവയത്രി മഞ്ജു വൈഖരി വായനാ ദിന സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക AR ദിവ്യ, കൊടകര BPC അനൂപ്, PTA പ്രസിഡന്റ് KS സജീവൻ, PTA വൈസ് പ്രസിഡന്റ് TV നിർമ്മൽകുമാർ, MPTA പ്രസിഡന്റ് നിത്യ ജിൻഡോ, SMC കൺവീനർ KG ലിപിൻ, സീനിയർ അധ്യാപിക AJ ജയന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വായനാ മത്സരത്തിലെയും ചിത്രരചനാ മത്സരത്തിലെയും വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വായനാ ദിനത്തിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിക്ക് പുസ്തകങ്ങൾ കൈമാറി KK രാമചന്ദ്രൻ MLA. MLAയുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10,000 രൂപയുടെ പുസ്തകങ്ങൾ KK രാമചന്ദ്രൻ MLAയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഏറ്റുവാങ്ങി. തുടർന്ന് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി വായനാ മത്സരവും ക്വിസ് മത്സരവും നടത്തി. വിജയികൾക്ക് MLA സമ്മാനം നൽകി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, MK ശൈലജ, NM പുഷ്പാകരൻ, രാജൻ നെല്ലായി, കൃഷ്ണൻ സൗപർണിക, K സുധാകരൻ, ലൈബ്രറിയൻ MK കമല എന്നിവർ പ്രസംഗിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലുപ്പാടം സെന്റ് ജോസഫ് സ്കൂളിന് പുസ്തകങ്ങൾ കൈമാറി. മണ്ഡലം പ്രസിഡന്റ് EA ഓമനയുടെ കയ്യിൽ നിന്ന് പ്രധാന അധ്യാപകൻ ജോഫി J മഞ്ഞളി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ K പ്രസാദ്, ക്രിസ്റ്റോ, ഷൈൻ പയ്യപ്പള്ളി, തോമസ് കാറളത്തുകാരൻ, CM ആലിക്കുട്ടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുലാജ് ലത്തീഫ് എന്നിവർ സന്നിഹിതരായി. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഒരുക്കിയ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. പ്രായമായവരുടെ പ്രയാസങ്ങളെ തൊട്ടുകാണിക്കുന്ന AK ശിവദാസൻ രചിച്ച ശവക്കൂത്ത് എന്ന പുസ്തകത്തിലെ വയസ്സന്മാർ എന്ന കഥയുടെ ദൃശ്യാവിഷ്കാരമാണ് നാടക നടനും സംവിധായകനും ഗായകനുമായ PD പൗലോസിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. വായനാ ദിന പ്രസംഗം, പുസ്തക പരിചയം, വായനാ ദിന പ്രതിജ്ഞ, പുസ്തക പ്രദർശനം, വായനാ മത്സരം, ക്വിസ് മത്സരം എന്നിവയും ചടങ്ങോടനുബന്ധിച്ച് നടത്തി. പ്രധാനാധ്യാപകൻ KJ സെബി, PTA പ്രസിഡന്റ് ജസ്റ്റിൻ ജോൺ, ജോസിന ജോസഫ്, ഷൈനി ജോസ് എന്നിവർ സന്നിഹിതരായി.
വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി നടത്തിയ വായനാ ക്വിസ് മത്സരത്തിൽ വിജയികളായി അച്ഛനും മകനും. മുത്രത്തിക്കര കുറുമാലി വീട്ടിൽ വിദ്യാസാഗർ ജനറൽ കാറ്റഗറി വായനാ മത്സരത്തിൽ 1ാം സമ്മാനവും, മകൻ ആർജിത് UP കാറ്റഗറിയിൽ വായനാ മത്സരത്തിൽ 1ാം സമ്മാനവും ക്വിസ് മത്സരത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ആർജിത് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. KK രാമചന്ദ്രൻ MLAയും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രസന്ന ഷാജു അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി രാജി കല്ലൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഷാരി ഹരി, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രദേശ്, അസിസ്റ്റന്റ് സെക്രട്ടറി സജിത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സംവാദവും സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി സെന്റ് പൈസ് 10th CUP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. ചിത്രകാരനും കവിയുമായ ഫാദർ റോജർ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രധാന അധ്യാപിക സിസ്റ്റർ റെനി തെരേസ് വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാട്ടും പറച്ചിലുമായി കൂട്ടുകൂടാൻ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇനി സ്വന്തം റേഡിയോ. സിഗ്നേച്ചർ സെന്റ് ആന്റണീസ് 2.0 എന്ന റേഡിയോ പ്രിൻസിപ്പൽ ടോബി തോമസ് ഉദ്ഘാടനം ചെയ്തു. KI സുമയ്യയുടെ നേതൃത്വത്തിൽ ജേർണലിസം വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ഈ സംരംഭത്തിന് പുറകിൽ. സീനിയർ അസിസ്റ്റന്റ് ബോബി പുതുക്കാടൻ, സരിത തോമസ്, CT ലിയാഡിൻ, VO മിനി, ഫ്രാൻസി ജോണി, RJ ജോണ, RJ അനുപം എന്നിവർ നേതൃത്വം നൽകി. കലാപരമായ കഴിവുകളും വിജ്ഞാനമായ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലായിട്ടുള്ള ഇനാഗ്രേഷൻ നടക്കുന്നത് നമ്മുടെ സ്റ്റാഫുകളൊക്കെ നന്നായിരുന്നു. ഓഫീസറെ നമ്മുടെ സീനിയറായിട്ടുള്ള അധ്യാപകനാണ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ ഓഫീസർ. Hi, hello, this is Nananis FM 2.0. This is your RJ Jonah. This is your RJ Anupam. വർഷാവർഷം സെപ്റ്റംബർ മാസം 1-ന് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ 1ാം എതിർകക്ഷിയായ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ദുരൂഹമാണെന്ന് DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഈ കേസിന്റെ അവസാന വാദം നടന്നുവരികയാണ്. ജൂൺ 23-ലേക്കാണ് കേസ് വച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു കൗണ്ടർ പോലും നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ഇനിയെങ്കിലും നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിക്ക് കത്ത് നൽകിയെന്നും ടാജറ്റ് പറഞ്ഞു. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവർ അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കരാർ പ്രകാരമുള്ള സേവനം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ NHAIക്ക് ടോൾ പിരിക്കാൻ അവകാശമില്ല എന്ന് കരാർ വ്യക്തമാക്കുന്നുവെന്നും അതിനാൽ ടോൾ നിരക്ക് 40% വരെ കുറയ്ക്കണമെന്ന സുപ്രീം കോടതിയുടെയും ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെയും വിധി പകർപ്പുകൾ ഹാജരാക്കി ജില്ലാ കളക്ടർ ടോൾ സസ്പെൻഡ് ചെയ്തത് ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണെന്നും ആയതിൽ മതിയായ സർവീസ് നൽകാൻ NHAIക്കും കരാർ കമ്പനിക്കും കഴിയുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള വാദം ഉന്നയിച്ചതിനെ തുടർന്നാണ് കോടതി സസ്പെൻഡ് ചെയ്ത ഉത്തരവും റദ്ദാക്കിയ ഉത്തരവും ഹാജരാക്കാൻ കളക്ടറോട് ആവശ്യപ്പെട്ടതും കോടതി തുടർന്നുള്ള പരാമർശങ്ങൾ നടത്തിയതും. മതിയായ സേവനം നൽകാതെ ടോൾ പിരിക്കാൻ എന്തവകാശമെന്ന് കോടതി ചോദിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇപ്പോഴും മൗനം ദീക്ഷിക്കുന്നത് കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നിബന്ധനകൾ പാലിക്കാതെയും കരാറിലെ പഞ്ച് ലിസ്റ്റിലെ പ്രവർത്തികൾ ചെയ്തു തീർക്കാതെയും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പരിഹാര മാർഗങ്ങൾ പൂർത്തിയാക്കാതെയും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്ന ആവശ്യവുമായാണ് കോടതിയെ സമീപിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് മൂലം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് യാത്രക്കാർ അനുഭവിക്കുന്നതെന്നും ഇതിന്റെ പേരിൽ ഇളവുകൾ നൽകുന്നില്ലെന്നും കരാർ ലംഘനം നടത്തി കോടികളുടെ ലാഭമാണ് കരാർ കമ്പനി ഉണ്ടാക്കുന്നതെന്നുമുള്ള വാദങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാലിയേക്കര ടോൾ കരാർ കമ്പനിക്കെതിരെ ഹൈക്കോടതിയിൽ ഞങ്ങൾ നൽകിയ കേസിൽ നാളിതുവരെയായും സംസ്ഥാന സർക്കാർ ഒരു കൗണ്ടർ പോലും നൽകാത്ത നിലപാട് വളരെ ദുരൂഹമാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാം. 2023 നൽകിയ കേസ് വർഷാവർഷം സെപ്റ്റംബർ 1-ന് പാലിയേക്കര ടോളിൽ യൂസർ ഫീ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാറുണ്ട്. ആ വർധനവ് പിന്നെ എല്ലാ പണികളും പൂർത്തിയാക്കി കരാർ പ്രകാരമുള്ള പണികൾ, അതിലെ പഞ്ച് ലിസ്റ്റിൽ പറയുന്ന നിർമ്മാണ പ്രവൃത്തികൾ, അതിന് പുറമെ 2022 സേഫ്റ്റി ഓഡിറ്റിൽ പറയുന്ന പിന്നെ പരിഹാര നിർദ്ദേശങ്ങൾ അതെല്ലാം പൂർത്തിയാക്കാതെ
ഇനി പാലിയേക്കര ടോളിൽ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് 2023 നൽകിയ കേസ് ഇപ്പോൾ ഈ ജൂൺ 25 അവസാന വാദത്തിനായി വെച്ചിട്ടുള്ളത്. ഈ സമയം വരെ സംസ്ഥാന സർക്കാർ അതിൽ ഒന്നാം എതിർകക്ഷിയാണ്, പക്ഷേ ഒരു രേഖ പോലും സമർപ്പിച്ചിട്ടില്ല. അവർക്കൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ടോൾ കരാർ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറിയ അപകടം. 10ഓളം ഇരുചക്ര വാഹനങ്ങളിലേക്കും ടിപ്പർ ലോറിയിലേക്കുമാണ് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് തകർന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. തൃക്കുക്കാരൻ ഫിലിംസ് ഒരുക്കുന്ന ഹായ് ഗായ്സ് എന്ന സിനിമയുടെ പൂജ പുതുക്കാട് വെച്ച് നടത്തി. ചടങ്ങ് കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചിത്രത്തിന്റെ നിർമ്മാതാവ് ജോസഫ് തൃക്കുക്കാരൻ അധ്യക്ഷനായി. ഫാദർ പോൾ തേക്കാനത്ത് ഭദ്രദീപം കൊളുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കുടിയൻ, സിനിമാ താരം ടിനി ടോം, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MA ഫ്രാൻസിസ്, രാജു തളിയപ്പറമ്പിൽ, VR രബീഷ്, അരുൺകുമാർ പന്തല്ലൂർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി, വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ, അജു തോമസ് കൂടലി, കരിങ്കാളി ഫെയിം ശ്രീകുമാർ നന്ദിക്കര എന്നിവർ സന്നിഹിതരായി. ലഹരി മാഫിയക്കെതിരെയും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും പ്രമേയമാക്കിയുള്ള ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും EM ഏലിയാസാണ് നിർവഹിക്കുന്നത്. നടൻ ഇന്നസെന്റിന്റെ ചെറുമകൻ ഇന്നസെന്റ് സോണറ്റ്, ടിനി ടോമിന്റെ മകൻ ആദം ഷെയ്ൻ ടോം, പ്രൊഡ്യൂസർ NM ബാദുഷയുടെ മകൻ സാഹിർ ബാദുഷ, അക്വ ടോണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരു ഫിലിം നിർമ്മാണം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ കഥയെ സംബന്ധിച്ച് ചെറിയ തോതിൽ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിനകത്ത് കൂടുതൽ. ആമ്പല്ലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് PO ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. അളഗപ്പ് നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, പഞ്ചായത്ത് അംഗം സജന ഷിബു, അളഗപ്പ് നഗർ കൃഷി ഓഫീസർ EN രവീന്ദ്രൻ, ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വർഗീസ് ആന്റണി, സെക്രട്ടറി AS ജിനി എന്നിവർ പ്രസംഗിച്ചു. ഫലവൃക്ഷത്തൈകൾ, പച്ചക്കറി തൈകൾ, വിവിധതരം വിത്തുകൾ, കളിമൺ പാത്രങ്ങൾ കൂടാതെ തെങ്ങിൻ തൈകൾ, കവുങ്ങിൻ തൈകൾ, ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ എന്നിവ ചന്തയിൽ ലഭ്യമാണ്. ലഹരി വിരുദ്ധ ഇൻസ്റ്റലേഷനുമായി തൃശൂർ സിറ്റി പോലീസ്. വടക്കേ സ്റ്റാൻഡിനു സമീപമാണ് 40 അടി നീളമുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ വാഹനങ്ങളുടെ ഇരുമ്പ് സ്പെയർ പാർട്സുകളും ഗിയർ വീലുകളും ഉപയോഗിച്ചാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തെ സൂചിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സിറ്റി പോലീസ് കോർപ്പറേഷനും ICL ഫിൻകോർപ്പുമായും സഹകരിച്ചാണ് ഇൻസ്റ്റലേഷൻ ഒരുക്കിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിനിമാ സീരിയൽ താരം ലിഷോയ്, ശില്പി ഡാവിഞ്ചി സുരേഷ്, റിട്ടയേർഡ് SI NG സമൃതകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ വിശിഷ്ടാതിഥിയായി. ചടങ്ങിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും അരങ്ങേറി. ജീവൻ കൈപ്പിടിച്ചു പോകുന്ന ആംബുലൻസ് ഗതാഗത കുരുക്കിൽപ്പെട്ടപ്പോൾ ഓടിക്കൊണ്ട് വഴിയൊരുക്കുന്ന പോലീസുകാരന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. പാലക്കാട് മുട്ടിക്കുളങ്ങര MR ക്യാമ്പിലെ പാലക്കാട് കോട്ടായി സ്വദേശി മണികണ്ഠനാണ് ആംബുലൻസിന് വഴിയൊരുക്കുന്ന വീഡിയോയിലെ താരം. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവറാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്.
കഴിഞ്ഞ ദിവസം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 15 മിനിറ്റോളം ബ്ലോക്കിൽ കിടന്നു. അപ്പോൾ പിന്നെ സാറ് നമുക്ക് വണ്ടിയുടെ മുന്നിൽ ഓടിക്കൊണ്ട് വഴി ക്ലിയർ ആക്കി തന്നു. 15 മിനിറ്റോളം എന്തായാലും ബ്ലോക്കിൽ കിടന്നുണ്ടാവും. അപ്പോൾ ആളത് കണ്ട് നമുക്ക് വഴി ക്ലിയർ ആക്കി തന്ന വ്യക്തിയാണ്. ഇതാണ് അവസ്ഥ. നമ്മൾ ചുരുങ്ങിയൊരു 10 മിനിറ്റ് എന്തായാലും ഈ ബ്ലോക്കിലെടുക്കും. ഇന്ന് രാവിലെയും കൂടി ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. ഇത് തന്നെയാണ് അവസ്ഥ. ഇന്ന് രാവിലെ ആളുകൾ വഴി ക്ലിയർ ആക്കി തന്നു. 10 മിനിറ്റിലേറെ കാത്തുകിടക്കേണ്ടി വന്ന ആംബുലൻസ് മണികണ്ഠന്റെ ഇടപെടലോടെയാണ് ഗതാഗത കുരുക്കിൽ നിന്നും കരകയറിയത്. ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വിസിലടിച്ച് ഓടി നടന്ന ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുകയാണ് മണികണ്ഠൻ. 3 മാസം മുൻപ് പോലീസിലെത്തിയ മണികണ്ഠന് ഒരാഴ്ചയായി പുതുക്കാട് പോലീസ് സ്റ്റേഷന് കീഴിലെ ഗതാഗത നിയന്ത്രണ സംഘത്തിലാണ് ഡ്യൂട്ടി. വലിയ ഗതാഗത കുരുക്ക് കണ്ടപ്പോൾ ആദ്യം ആശങ്കയാണ് തോന്നിയതെങ്കിലും സാധ്യമാകുന്ന ഗതാഗത നിയന്ത്രണത്തിന് സഹായിക്കുകയാണ് മണികണ്ഠൻ. എങ്ങനെ ശ്രമിച്ചാലും തീരാത്ത ബ്ലോക്കിൽ ആംബുലൻസുകൾ എത്തിയാൽ മണികണ്ഠനും കൂടെയുള്ള മറ്റു പോലീസുകാരും കടത്തിവിടാനുള്ള പരിശ്രമത്തിലെത്തും. 20-ലേറെ ആംബുലൻസുകൾ ഇവിടെ ഗതാഗത കുരുക്കിൽ പെടുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് കണ്ട് ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും ജീവനും കൊണ്ട് പാഞ്ഞു വരുന്ന ആംബുലൻസുകളെ വേഗത്തിൽ കടത്തിവിട്ടു തുടങ്ങിയതോടെ ജോലി ആവേശമായി മാറിയതായും മണികണ്ഠൻ പറഞ്ഞു. ജോലിയിൽ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളുവെങ്കിലും തഴക്കം വന്നൊരാൾ ചെയ്യുന്ന രീതിയിലാണ് മണികണ്ഠന്റെ ഗതാഗത നിയന്ത്രണം. കർഷക കുടുംബത്തിലെ അംഗമായ മണികണ്ഠൻ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്തിട്ടുണ്ട്. ദിവസം 6 മണിക്കൂർ ജോലിയിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ വിശ്രമിക്കാൻ പോലും ഈ 33-കാരൻ നിൽക്കാറില്ല. ആംബുലൻസിനെ കടത്തിവിടുന്ന വീഡിയോ വൈറലായതോടെ പ്രശംസിക്കാനെത്തുന്നവരോട് ഇതൊക്കെ ജോലിയുടെ ഭാഗമല്ലേ എന്നുള്ള എളിമയോടെയുള്ള മറുപടിയാണ് മണികണ്ഠന്റേത്. ഇനി കാണാം ഇൻഫോടോക്ക്. വളർത്തുമൃഗങ്ങളെ എപ്പോഴും നമ്മൾ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത്. സ്വന്തം കുട്ടികളെ നോക്കുന്നത് പോലെ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണ ക്രമീകരണമാണ്. കൃത്യമായുള്ള ഭക്ഷണ രീതികൾ പാലിക്കുന്നത് മൃഗങ്ങളുടെ നല്ല ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു. അതിനാൽ തന്നെ മൃഗങ്ങളെ വളർത്തുമ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നല്ല പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം ആവശ്യമാണ്. പൂച്ച, നായ എന്നിവയ്ക്ക് വിറ്റാമിനുകളും മിനറലുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണം. മൃഗങ്ങൾക്ക് നൽകുന്ന ഭക്ഷണങ്ങൾ സൂക്ഷിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഭക്ഷണം കേടായി പോകാൻ സാധ്യതയുണ്ട്. അണുക്കൾ, പൂപ്പൽ തുടങ്ങിയ പലതും ഭക്ഷണത്തിൽ വളരാൻ സാധ്യതയേറെയാണ്. ഇത്തരം ഭക്ഷണങ്ങൾ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് പലതരം രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അതിനാൽ തന്നെ മൃഗങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കാം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് സൂനോട്ടിക്. മൃഗങ്ങളുടെ ഭക്ഷണത്തിൽ രോഗാണുക്കൾ ഉണ്ടാവുകയും അത് കഴിച്ചാൽ മൃഗങ്ങളിൽ രോഗം പടരുകയും ചെയ്യുന്നു. സാൽമണല്ല, ഈ കോളി തുടങ്ങിയ അണുക്കളാണ് കേടുവന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്നത്. സൂനോട്ടിക് രോഗം പടരുന്നത് തടയാൻ ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. വളർത്തുമൃഗത്തിന് ഭക്ഷണം നൽകിയതിനു ശേഷം കൈകൾ നന്നായി കഴുകാൻ ശ്രദ്ധിക്കണം. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനായി പ്രത്യേകം പാത്രം ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ചില മൃഗ ഉടമകൾ അസംസ്കൃത ഭക്ഷണങ്ങൾ വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഇത് കൂടുതൽ ആരോഗ്യകരമാണെന്ന് കരുതിയാണ് ഉടമകൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഭക്ഷണം നൽകിയാൽ അപകട സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അസംസ്കൃത ഭക്ഷണത്തിൽ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായ ഇടവേളയിൽ മൃഗഡോക്ടറെ സമീപിക്കേണ്ടത് പ്രധാനമാണ്. ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അറിയാനും ചികിത്സ തേടാനും ഇത് സഹായിക്കുന്നു. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഭിന്നശേഷി വിഭാഗക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന തുടർ പദ്ധതികളായ വിദ്യാകിരണം, വിദ്യാജ്യോതി, പരിണയം, മാതൃജ്യോതി, സ്വാശ്രയ വിജയാമൃതം, സഹചാരി, വിദൂര വിദ്യാഭ്യാസം, ശ്രേഷ്ഠം, ഇംപ്രസ്ഡ് മണി പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സുനീതി പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. സാമൂഹികനീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ ധനസഹായ പദ്ധതി, പ്രൊഫഷണൽ വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി, വിദൂര വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി, വിവാഹ ധനസഹായ പദ്ധതി, ലിംഗമാറ്റ ശസ്ത്രക്രിയ തുടർ ചികിത്സാ ധനസഹായ പദ്ധതി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വകുപ്പിന്റെ സുനീതി പോർട്ടൽ മുഖേന സമർപ്പിക്കാം. വിലാസം: ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, ചെമ്പൂക്കാവ്, തൃശൂർ. ഫോൺ 04872321 702. സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 9,210 രൂപ, പവന് 73,680 രൂപ. പറപ്പൂക്കര നെടുവാൾ തീയത്ത് പരേതനായ നാരായണൻ ഭാര്യ ലീല അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ ആലപ്പാട്ട് തോട്ടിയാൻ മേരി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഈനാശുവാണ് ഭർത്താവ്. ജെൻസൺ, റൂബി, അഡ്വക്കേറ്റ് സേവ്യർ, ബെസി എന്നിവർ മക്കളും. ബിന്ദു, സണ്ണി, അഡ്വക്കേറ്റ് ആൽഫി, ആൻഡ്രൂസ് എന്നിവർ മരുമക്കളുമാണ്. മറ്റത്തൂർക്കുന്ന് പാണപ്പറമ്പിൽ ചന്ദ്രൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം തുറന്നു. മണലി, കരുവന്നൂർ പുഴകളിലെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. വേലുപ്പാടം പുലിക്കണ്ണിയിൽ ഭീമൻ മരം റോഡിലേക്ക് കടപുഴകി വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വർഷാവർഷം സെപ്റ്റംബർ മാസം 1 ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഒന്നാം എതിർകക്ഷിയായ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ദുരൂഹമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി അപകടം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.